പെരിയാറെ പെരിയാറെ പർവ്വതനിരയുടെ പനിനീരെ ഏറെ പാടിത്തെളിഞ്ഞ ഒരു ചലച്ചിത്ര ഗാനമാണിത്. എന്തായാലും പെരിയാർ മലിനീകരണത്തെക്കുറിച്ച് ഒരു പ്രോജക്റ്റ് നടത്തിയതിനു ശേഷം സൗത്ത് എഴിപ്പുറം ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾക്ക് പെരിയാറിന്റെ വെള്ളം പനിനീരല്ല എന്ന് മനസ്സിലായിട്ടുണ്ടാകും എന്നത് ഉറപ്പാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം എറണാകുളം ജില്ലയിലെ ഹയർ സെക്കൻഡറി സ്കൂൾ സൗത്ത് എഴിപ്പുറത്തിനെ ഹരിതവിദ്യാലയത്തിന്റെ ഈ വേദിയിലേക്ക്. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സൗത്ത് എഴിപ്പുറത്തിന്റെ ആമുഖ ദൃശ്യങ്ങളിലേക്ക്. ഇത് എന്റെ വിദ്യാലയം. എറണാകുളം ജില്ലയിലെ മേച്ചേരിമുകൾ എന്ന കൊച്ചു ഗ്രാമത്തിലാണ് എന്റെ വിദ്യാലയം സ്ഥിതി ചെയ്യുന്നത്. 1956 ഒരു LP സ്കൂളായിട്ടാണ് എന്റെ വിദ്യാലയം ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. 2001 ഞാനിവിടെ 1ാം ക്ലാസ്സിൽ വന്നു ചേരുമ്പോൾ ഈ കണ്ട സൗകര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. 2006-2007 വർഷത്തിൽ SSLCയിൽ 100% വിജയം കൈവരിച്ചതോടുകൂടിയാണ് ഞങ്ങൾക്ക് ഈ സൗകര്യമെല്ലാം നേടിയെടുക്കാൻ കഴിഞ്ഞത്. ഇന്ന് ഞങ്ങൾ വളരെയധികം സന്തുഷ്ടരാണ്. മണമോലും സൂരങ്ങൾ അഴകോടെ ചാത്തും അഖില ലോകനാഥ കൈ തൊഴാം ഞങ്ങൾ ഞങ്ങളീ കൂപ്പുകൈ മുട്ടുക. നിങ്ങളുടെ സ്കൂളിൽ നിന്ന് ഇവിടെ അവതരിപ്പിക്കുന്ന മാതൃകാ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമതായിട്ടുള്ളത് അടിസ്ഥാന സൗകര്യം, 2 സാങ്കേതിക മികവ്, 3 ശുചിത്വം പോഷകാഹാരം. ഈ 3 മേഖലകളാണ് ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നത്. ഇനി സ്കൂൾ പ്രതിനിധികളും ജൂറി അംഗങ്ങളുമായുള്ള ആശയവിനിമയമാണ്. ആദ്യമായി അക്ബർ സർ. ഈ ഫാസ്റ്റ് ഫുഡ് അതുപോലെ തന്നെ ഈ ബേക്കറി സാധനങ്ങൾ അതൊക്കെ കഴിക്കാറുണ്ടോ? ഫാസ്റ്റ് അത് കഴിക്കാറില്ല. ഇല്ല, നേരത്തെ ഇപ്പം ചെറുതായിട്ടൊക്കെ കഴിക്കും, അല്ലാതെ കഴിക്കാറില്ല. അത് കഴിച്ചാലുണ്ടാകുന്ന ഈ അസുഖങ്ങളെ കുറിച്ചൊക്കെ ആലോചിച്ചിട്ടുണ്ടോ? ഉണ്ട്. കണ്ടമാനം. അത് ആലോചിക്കാൻ പ്രേരണയായ എന്തെങ്കിലും പാഠമോ അങ്ങനെ വല്ലതും പഠിച്ചിട്ടുണ്ടോ? അല്ല, പാട്ടൊന്നും പഠിച്ചില്ല. പാട്ടല്ല, പാഠം. പാഠം പഠിച്ചിട്ടുണ്ട്. പാഠമല്ല, പാഠം. പാഠം പഠിച്ചിട്ടുണ്ട്. പഠിച്ചിട്ടില്ല? ഉണ്ട്. എന്താ അത്? ഏത് പാഠാ പഠിച്ചത്? അത് ആരെഴുതിയതാണെന്ന് ഓർമ്മയുണ്ടോ? എഴുതിയത് പറയാം. UA ഖാദറിന്റെ ചെറുപ്പം നിലനിർത്താനുള്ള സൂത്രം. ചെറുപ്പം നിലനിർത്താനുള്ള സൂത്രം. UA ഖാദർ ലേഖകനാണോ? ആരാണ് അദ്ദേഹം? ലേഖനങ്ങൾ എഴുതുന്ന ആളാണോ? അദ്ദേഹം എഴുതും. അല്ല, എഴുതിയോണ്ടാണല്ലോ അത് പഠിക്കാനുണ്ടായത്. അതല്ല, അദ്ദേഹം ശരിക്കും ആരാണ്? ഉപന്യാസകാരനാണോ, നോവലിസ്റ്റാണോ, ചെറുകഥാകൃത്താണോ, ആരാണ്? UA ഖാദർ ആരാണെന്ന് അറിയില്ല. പാഠം പഠിക്കാനുണ്ടായിട്ട് അതിൽ പുസ്തകത്തിന്റെ അവസാനം ഇവരുടെയൊക്കെ ജീവചരിത്രക്കുറിപ്പ് കൊടുത്തിട്ടുണ്ടല്ലോ, അതൊന്ന് വായിച്ചു നോക്കിയിട്ടില്ലേ? കഥാകൃത്തും നോവലിസ്റ്റുമാണ് ആര്? UA ഖാദർ. കഥാകൃത്തും നോവലിസ്റ്റുമായ UA ഖാദർ എഴുതിയിട്ടുള്ള ഒരു ഗദ്യഭാഗമാണ്, അതായത് ഒരു ലേഖനമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് കേട്ടോ. നിങ്ങളുടെ ക്ലാസ്സിലെ ഒരു അധ്യാപകൻ കവിത എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് എന്ന് ഒരു കവിത പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു കവിതയുടെ ഒരു മാതൃക പറഞ്ഞിട്ട് ഒന്ന് വിശദീകരിക്കാമോ? ഞങ്ങൾക്ക് കുമാരനാശന്റെ നളിനിയിലെ ഒരു ഭാഗം പഠിക്കാനുണ്ട്. അത് ഞങ്ങൾക്ക് മലയാളം ടീച്ചർ, ഒരു അധ്യാപികയാണ് ഞങ്ങൾക്ക് മലയാളം പഠിപ്പിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ആദ്യം ഞങ്ങളുടെ അടുത്ത് സ്വന്തം വായിക്കാൻ പറഞ്ഞു. അപ്പൊ കുമാരനാശാന്റെ കവിതകൾ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കടുകട്ടിയായിട്ടൊരു പാടാണ്. അപ്പൊ നിങ്ങളോട് ടീച്ചർ കവിത വായിക്കാൻ പറഞ്ഞു. എന്നിട്ട് അത് വായിച്ചു. അത് കഴിഞ്ഞിട്ട് ടീച്ചർ അത് ഒരു പ്രാവശ്യം ചൊല്ലി തന്നു. എന്നിട്ട് അതിന്റെ ആശയം പറഞ്ഞു തന്നു. പിന്നെ ഞങ്ങൾ തന്നെ പാടി. ഞങ്ങളത് അതെങ്ങനെയാ പാടിയത് മോള്? ആര്യ മുൻ പരിചയങ്ങൾ നൽകിടും ധൈര്യമാർന്നു പറയുന്നു മദ്ഗതം കാര്യം ഇന്നതേ ചൊല്ലുവാൻ. ഇത് സ്വന്തമായിട്ട് അറിയാതെ മനഃപ്പാഠം പഠിച്ചതാണോ, അല്ലെ ടീച്ചർ മനഃപ്പാഠം പഠിക്കാൻ പറഞ്ഞിട്ട് പഠിച്ചാണോ? ഞങ്ങളങ്ങനെ നിർബന്ധിച്ച് പഠിപ്പിക്കുന്ന ഒരു പാഠപദ്ധതി അല്ല ഞങ്ങൾക്ക്. അത് ശരി. നിങ്ങളുടെ പാഠപദ്ധതി എന്താണ്? ഞങ്ങൾ തന്നെ ഞങ്ങൾക്ക് താല്പര്യം തോന്നി പഠിക്കുകയാണ് ചെയ്യാറ്. ശരി ശരി. നിങ്ങൾ ഈ സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചെയ്താന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഈ മറ്റുള്ളവരോട് ഈ സ്വതന്ത്ര സോഫ്റ്റ്വെയറിനെ കൊണ്ട് സംസാരിക്കാറുണ്ടോ? ഉണ്ട്. എന്താണ് സംസാരിക്കാറ്? സ്വതന്ത്ര സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ അല്ല, അതെനിക്കറിയാം. അതെന്താണെന്ന് എനിക്കറിയാം. മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ എന്താണ് സംസാരിക്കുന്നത്? ഇപ്പം സാധാരണ കസിൻസ് ഒക്കെ ഉണ്ടോ വേറെ സ്കൂളിലൊക്കെ പഠിക്കുന്നവര്?
എന്ത് കസിൻസ് ബന്ധുക്കളൊക്കെ ഉണ്ടോ വേറെ? ഉണ്ട്. മോളുടെ പ്രായത്തിലുള്ള ബന്ധുക്കൾ വേറെ ഉണ്ടോ? അവർ വേറെ സ്കൂളിൽ പോകുന്നവരുണ്ടോ? ഉണ്ട്. അവർക്കിതില്ലല്ലോ, സ്വതന്ത്ര സോഫ്റ്റ്വെയർ എന്താണെന്ന് അവർക്ക് അറിയാവോ? അവർക്ക് എല്ലാവർക്കും അറിയില്ല. അപ്പോൾ ഞങ്ങൾ സാധാരണ ഇപ്പം എല്ലാവരും സ്വതന്ത്ര സോഫ്റ്റ്വെയർ അങ്ങനെ അധികം ഉപയോഗിക്കാറില്ല. വിൻഡോസ് പോലുള്ള സോഫ്റ്റ്വെയറാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. ശരി. അപ്പം സ്വതന്ത്ര സോഫ്റ്റ്വെയർ എന്താണെന്ന് ഭൂരിഭാഗം പേർക്കും അറിയില്ല. അപ്പം അറിയാൻ മേലാത്തോടെ എങ്ങനെയാണ് ഒന്ന് പറയുന്നത്? ഒരു ബന്ധു, ഒരു മോളുടെ പ്രായത്തിലുള്ളൊരു കുട്ടി സ്കൂളിൽ പോയി അവർ ഈ സാധാരണയുള്ള കൊമേഴ്ഷ്യലായിട്ടുള്ള ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പോയിട്ട് വിൻഡോസ് പഠിക്കുന്നുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ നിങ്ങൾ സ്കൂളിൽ ചെയ്യുന്ന ഒരു പ്രവർത്തനം എന്താണ്? നിങ്ങൾ മോൾ എങ്ങനെ പറയും? ഞങ്ങൾ സ്കൂളിൽ ചെയ്യുന്ന ഈ ന്യൂ ലിനക്സ് കൊണ്ട് ധാരാളം ഉപകാരങ്ങൾ പഠനമായിട്ട് ബന്ധപ്പെട്ട് നമുക്കുണ്ട്. ഇപ്പോൾ എഡ്യൂക്കേഷൻ എടുക്കുകയാണെങ്കിൽ തന്നെ അതിൽ ധാരാളം ജിയോജിബ്ര, മാർബിൾസ് അങ്ങനെ ധാരാളം ഇതുണ്ട്. അപ്പോൾ ഞാൻ പഠനമായിട്ട് ബന്ധപ്പെടുത്തി ക്ലാസ്സിൽ ചെയ്ത പ്രവർത്തനങ്ങൾ ഇങ്ങനെ സ്വന്തം സോഫ്റ്റ്വെയറിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ പഠിച്ചത് കൊണ്ട്, ജിയോജിബ്ര വെച്ച് പഠിച്ചത് കൊണ്ട് അതില്ലാതെ പഠിക്കുന്ന ഒരു കുട്ടിയേക്കാളും കൂടുതൽ ഒരു 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 ഗ്രിപ്പ് മോൾക്ക് വിഷയത്തിലുണ്ടായെന്ന് മോൾക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ടോ? ഇങ്ങനെ പഠിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ഗ്രഹിക്കാൻ കഴിഞ്ഞു, അല്ലെ കൂടുതൽ ഗ്രഹിക്കാൻ കഴിഞ്ഞു എന്ന് തോന്നിയിട്ടുണ്ടോ? അല്ലെ പഠനം എളുപ്പമായെന്ന് തോന്നിയിട്ടോ? എങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്? നിങ്ങൾ എന്തൊക്കെയാണ് അവിടെ ചെയ്യുന്നത്? നിങ്ങൾക്ക് ഹാൻഡിക്യാം ഉണ്ട്, ഒത്തിരി സംഭവങ്ങളുണ്ട്. ജിയോജിബ്ര വെച്ച് ചെയ്യുമ്പോൾ 3 ചോയ്സ് ഞാൻ തരാം. എളുപ്പം ഗ്രഹിക്കാൻ കഴിഞ്ഞു, കൂടുതൽ ഗ്രഹിക്കാൻ കഴിഞ്ഞു, ഇല്ല സാധാരണ പോലെ തന്നെ. എന്തായിരിക്കും മോളൊരു ചോയ്സ് ആയിട്ട് എടുക്കുക? ഇങ്ങനെ ഞങ്ങൾക്ക് ജിയോജിബ്ര ചെയ്യുന്ന സമയത്താണെങ്കിൽ ഞങ്ങൾക്ക് കൂടുതലും ഗ്രഹിക്കാൻ കഴിയും, എളുപ്പത്തിലും ഗ്രഹിക്കാൻ കഴിയും. രണ്ടും, എളുപ്പത്തിലും ഗ്രഹിക്കാൻ കഴിഞ്ഞു, കൂടുതലും ഗ്രഹിക്കാൻ കഴിയും. കാരണം സാധാരണ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതിനെക്കാട്ടി നമ്മളത് അതിൽ ചെയ്ത് കാണിക്കുമ്പോൾ നമുക്കത് പഠിപ്പിക്കുന്നതിനെക്കാട്ടി കൂടുതൽ അങ്ങനെ ചെയ്ത് കാണിക്കും. നിങ്ങളുടെ സ്കൂളിൽ എല്ലാവർക്കും എന്നിട്ട് നല്ല മാർക്ക് കിട്ടാൻ തുടങ്ങിയോ ഇത് വന്നേ പിന്നെ? സ്മാർട്ട് ക്ലാസ് റൂം വന്നേ പിന്നെ? ഉണ്ട്. ആവശ്യത്തിന് മാർക്ക് എല്ലാവർക്കും. ആവശ്യത്തിന് മാർക്കോ? അങ്ങനെ ഒരു മാർക്കുണ്ടോ? അതല്ല, എല്ലാവർക്കും മാർക്ക് ലഭിക്കാറുണ്ട്. എല്ലാവർക്കും മാർക്ക് കിട്ടുന്നുണ്ട്. ഈ ക്ലാസ് റൂമുകളിൽ ശുചിത്വ സാക്ഷാത്കാരത്തിനായി വിവിധ സാമഗ്രികൾ ഏർപ്പെടുത്തി എന്ന് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ഈ വിവിധ സാമഗ്രികൾ? എല്ലാ ക്ലാസ് റൂമിലും വേസ്റ്റ് ബക്കറ്റ്, അതുപോലെ തന്നെ അടിച്ചുവാരി, അങ്ങനെയുള്ള ശുചീകരണമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഉപകരണങ്ങളും ഓരോ ക്ലാസ്സിലും വെച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ കോമണായിട്ട് ഗ്രൗണ്ടിൽ പല ഭാഗങ്ങളിലായിട്ട് വേസ്റ്റ് നിക്ഷേപിക്കാനായിട്ട് അതിൻ്റെതായ രീതിയിൽ, അതായത് പേപ്പർ അങ്ങനെയുള്ള. എന്നാണ് വാങ്ങിയത്? ഇത് ഏർപ്പെടുത്തിയത് എന്ന് മുതലാണ്? ഏത് മാസത്തിലാണ് ഇത് ഞങ്ങൾ നേരത്തെ തൊട്ട് ഏർപ്പെടുത്തിയത്. നേരത്തെ എന്ന് വെച്ചാൽ നേരത്തെ ഇപ്പോൾ 1 വർഷത്തിൽ കൂടുതലായി. 1 വർഷത്തിൽ കൂടുതലായി. ഇതിൽ കൂടുതൽ ബാത്റൂംസ്, ടോയ്ലറ്റ്സ് എന്നിവ നവീകരിച്ചു എന്നുണ്ട്. എന്ത് തരം നവീകരണമാണ് അവിടെ നടത്തിയത്? അവിടെ ജലം, അതായത് എല്ലാം ടൈൽസ് ഇട്ട്, അതോടൊപ്പം തന്നെ എപ്പോഴും ജലം ലഭ്യമാകുന്ന തരത്തിൽ, അതോടൊപ്പം തന്നെ എല്ലായിടത്തും സോപ്പ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ക്ലീൻ ചെയ്യാനുള്ളതായ ലോഷന്, അതോടൊപ്പം തന്നെ ബ്രഷ്, അതിനാവശ്യമായ എല്ലാ ഉപകരണങ്ങളും എല്ലാ ടോയ്ലറ്റിലും വെച്ചിട്ടുണ്ട്, ബാത്റൂമിലും വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ശുചിത്വ സേന തന്നെ രൂപീകരിച്ചിട്ടുണ്ട്, 35 പേരടങ്ങുന്ന. അത് ടീച്ചേഴ്സിൻ്റെ നേതൃത്വത്തിൽ അതിനെ തന്നെ ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ദിവസവും ഓരോ ടേൺ അനുസരിച്ച് കുട്ടികൾ, അതായത് ടീച്ചേഴ്സിൻ്റെ നേതൃത്വത്തിൽ കുറേ ടീച്ചേഴ്സിന് കൊടുത്തിട്ടുണ്ട്, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി. അപ്പോൾ ഓരോ ദിവസവും അതാത് ടീച്ചേഴ്സിൻ്റെ നേതൃത്വത്തിൽ ഈ ശുചിത്വ സേനയിലെ കുട്ടികൾ അത് പോയി വേണ്ട രീതിയിൽ അത് ക്ലീൻ ചെയ്യാറുണ്ട്. ശാസ്ത്രരംഗത്തെ ഏറ്റവും വലിയ പ്രസിദ്ധി എന്ന് പറയുന്നത് എന്താണ്? അഖില ലോക തലത്തിൽ തന്നെ ശാസ്ത്രരംഗത്തെ ഏറ്റവും വലിയ അംഗീകാരം എന്താണ്? നോബൽ പ്രൈസ്. നോബൽ പ്രൈസ് കിട്ടിയ ശാസ്ത്രജ്ഞൻ ആരെങ്കിലും ഇന്ത്യയിൽ ജനിച്ചവരിപ്പോൾ ഉണ്ടോ? സഫ്ന, പറയാമോ? ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും പറയാമെന്നാൽ ആയിരിക്കട്ടെ. ഇപ്പോൾ ഈയിടെ നോബൽ പ്രൈസ് കിട്ടിയ ഒരു ശാസ്ത്രജ്ഞൻ, അതും സാരമില്ല. അങ്ങനെ ഒരാളിനെ പറ്റി കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങളെങ്ങനെ അന്വേഷിക്കുക? ഇപ്പോൾ കമ്പ്യൂട്ടറുണ്ട്, ഇൻ്റർനെറ്റുണ്ട്, ലൈബ്രറി ഉണ്ട്. അപ്പോൾ ഇന്ത്യയിലെ പ്രമുഖരായുള്ള ഇന്ത്യൻ ശാസ്ത്രജ്ഞരെ പറ്റി നമുക്ക് അറിയണം തോന്നുന്നു. ഈ അറിവ് കിട്ടാനുള്ള മാർഗ്ഗങ്ങൾ ഇതൊക്കെയല്ലേ, ഇല്ലേ? ഇൻ്റർനെറ്റിൽ കൂടെയൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ, കമ്പ്യൂട്ടറുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്, സാങ്കേതിക മികവുണ്ട്, അപ്പോൾ പിന്നെ ലൈബ്രറി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഈ വിവരം ശേഖരിക്കുക?
കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഇന്റർനെറ്റിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. എങ്ങനെയാ സെർച്ച് ചെയ്യുക? എന്ത് ചെയ്യും ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ? എന്താ ചോദിക്കുക? ഗൂഗിൾ സെർച്ച് അതിനകത്ത് അടിച്ചു കൊടുക്കാനുള്ള അല്ല, എന്താ അതിനകത്ത് ചില വാക്കുകൾ നമ്മൾ കൊടുക്കണ്ടേ, എന്നാലേ അതിന് സെർച്ച് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് എന്താ നമ്മൾ അല്ല, മോൾ എന്താ ചെയ്യാന്ന് പറയും. ഏത് വാക്കുകളാ കൊടുക്കുക അതിനകത്ത്? നമുക്ക് എന്താ സെർച്ച് നമുക്ക് അറിയേണ്ടത് ഇതാണ്, ഇന്ത്യൻ ജനിച്ച ശാസ്ത്രജ്ഞന്മാരെ പറ്റി അറിയണ്ടെങ്കിൽ ഇന്ത്യൻ സയന്റിസ്റ്റ് എന്ന് കൊടുത്താൽ എന്ത് ചോദിക്കും? ഇന്ത്യൻ സയന്റിസ്റ്റ് എന്ന് ചോദിച്ചാൽ മതിയോ? സയന്റിസ്റ്റുകളെ പറ്റിയുള്ളത് കിട്ടും. ഇന്ത്യയിൽ ജനിച്ചവരായിരിക്കണം. ചിലപ്പോൾ അവരിപ്പോൾ ഇന്ത്യക്കാരായിരിക്കില്ല അല്ലേ? നമുക്ക് അവർ അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ ഒക്കെ സെറ്റിൽ ചെയ്തവരായിരിക്കും. നമുക്ക് വേണമെങ്കിൽ പേര് അടിച്ചു കൊടുത്താൽ ശരി, ആയിക്കോട്ടെ. പ്രാചീന കാലത്ത് ജീവിച്ചിരുന്ന വളരെ പ്രശസ്തരായിട്ടുള്ള ഭാരതീയ ശാസ്ത്രജ്ഞരെ പറ്റി കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? അതിലെ മലയാളികളായിട്ടുള്ള ആരെങ്കിലും പറ്റി കേട്ടിട്ടുണ്ടോ? കേരളത്തിൽ ജനിച്ച, വേണ്ടപ്പെട്ട കേരളമല്ല, ഇന്ത്യയിൽ തന്നെയുള്ള ആര്യഭട്ടൻ എന്തായിരുന്നു അദ്ദേഹം ശരിക്കും കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ ചെയ്തത്? ഇന്ത്യയുടെ ഗണിതപരമായ മുന്നേറ്റത്തിന് ഒരുപാട് അതൊക്കെ വാചകങ്ങളാണ്. അദ്ദേഹം എന്താണ് ചെയ്തത്? ഗണിതത്തിൽ എന്താ അദ്ദേഹത്തിന്റെ സംഭാവന? പൂജ്യം കണ്ടുപിടിച്ചത് അദ്ദേഹമാണ്. പൂജ്യം കണ്ടുപിടിച്ചത് ആര്യഭട്ടനാണോ? പൂജ്യം ആദ്യമായിട്ട്. അപ്പൊ അതിനു മുമ്പ് പൂജ്യം ഇല്ല. ആര്യഭട്ടൻ ഏത് കാലത്താണ് ജീവിച്ചിരുന്നതെന്നറിയാമോ? അത് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യും? ലൈബ്രറിയിൽ ആര്യഭട്ടനെ പറ്റി കണ്ടുപിടിക്കണം എന്ന് കേൾക്കട്ടെ. പോയിട്ട് എന്ത് ചെയ്യും? ഗണിതശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ലൈബ്രറിയിൽ ഓരോ വിഭാഗമുണ്ട്, ഗണിതശാസ്ത്രം അങ്ങനെ. അതെ, അവിടെ നോക്കിയാൽ കുറേ ഗണിതത്തിലെ പുസ്തകങ്ങൾ കാണും. ആര്യഭട്ടനെ പറ്റി കണ്ടുപിടിക്കാനായിട്ട് ഏത് പുസ്തകമാണ് എടുത്ത് നോക്കുക ലൈബ്രറിയിൽ നിന്ന്? അഖിൽ രാജു, ഏത് പുസ്തകം എടുത്തു നോക്കും? റെഫറൻസിൽ സർവ്വവിജ്ഞാനകോശങ്ങളിലൊക്കെ ഉണ്ടാവും. സർവ്വവിജ്ഞാനകോശത്തിൽ എടുത്തു നോക്കാം. വെരി ഗുഡ്, ശരി. സ്കൂളിൽ നല്ല ലൈബ്രറി കണ്ടു, എൻസൈക്ലോപീഡിയ ഒക്കെ കണ്ടു. അതൊക്കെ ഈ മാഗസീന് വേണ്ടി നോക്കിയിരുന്നോ? മാഗസീൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്, മാസിക തയ്യാറാക്കാൻ വേണ്ടി സ്കൂളിലെ വല്ല പുസ്തകങ്ങളും റെഫർ ചെയ്തിരുന്നോ? ഇപ്പം അതിനായിട്ട് ഞങ്ങൾ എടുത്തില്ലായിരുന്നു. അല്ലാതെ ഇപ്പോൾ ഉള്ള സമയത്ത് ഇപ്പോൾ വല്ല ഇംഗ്ലീഷിന് വേറെ വല്ല പ്രോജക്റ്റും ഒക്കെ ഉണ്ടെങ്കിൽ റെഫറൻസിൽ പോയി എടുക്കും. അവിടെ ഈ കൃഷിയെ പറ്റിയും നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾ പെരിയാറിനെ പറ്റി പദ്ധതി ചെയ്തു, പരിസ്ഥിതി പ്രശ്നങ്ങൾ പഠിച്ചു. കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന പരിസ്ഥിതി പ്രശ്നം എന്താ? മലിനീകരണം. കേരളത്തിലെ ഇപ്പോൾ ഒരു വലിയ പരിസ്ഥിതി പ്രശ്നം ചർച്ച ചെയ്യുന്നുണ്ട്. എന്താണത്? നിങ്ങൾ വല്ലതും കേട്ടിട്ടുണ്ടോ? എൻഡോസൾഫാനെ കുറിച്ച്. എന്താ അത് സഫ്ന, എന്താ അത്? അതൊരു കീടനാശിനിയാണ്. അപ്പം ഈ മനുഷ്യന് ഇപ്പം ധാരാളമായിട്ട് ഉപയോഗിക്കുന്നത് കീടനാശിനികളൊക്കെയാണ്. ഇപ്പം അന്നത്തെ കാലത്തെന്ന് പറയാൻ നേരത്തെ അവർ ജൈവ കീടനാശിനി പിന്നെ ജൈവ വളമൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഇന്ന് കാലം മാറിയപ്പോൾ ആളുകൾ ഇപ്പം യന്ത്രങ്ങൾ ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നു. പിന്നെ അതോടൊപ്പം രാസവളം, കീടനാശിനികളൊക്കെ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ എൻഡോസൾഫാൻ എന്ന് പറഞ്ഞ കീടനാശിനി ഉപയോഗിച്ചപ്പോൾ ആ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്ക് അതിൽ നിന്ന് തന്നെ ധാരാളമായിട്ട് രോഗങ്ങളുണ്ടായി. അപ്പം ഇതാണ് ഈ ഏറ്റവും വലിയൊരു ദുരിതമായിട്ട് ഇപ്പം പറയാനുള്ളത്. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സൗത്ത് എഴുപ്പുറത്തിന്റെ ഗ്രേഡ്സ് അറിയാനുള്ള സമയമാണ്. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സൗത്ത് എഴുപ്പുറത്തിന് ജഡ്ജസ് നൽകിയിരിക്കുന്ന സ്കോർ 86 out of 100.